വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. അപ്പോൾ ഇന്നും നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 2 റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റമദാന് അധികം ഉണ്ടാക്കുന്ന തൽബീനേൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു തൽബീന ഉണ്ടാക്കുന്നത് ബാർലി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അതുപോലെ തന്നെ നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ തൽബീന. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു തൽബീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബാർലി പൗഡറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ബാർലി പൗഡർ അല്ലാതെ മുഴുവനായിട്ടുള്ള ബാർലി ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 7-8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ബാർലി പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം 1/2 ലിറ്റർ പാല് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുത്തു വെച്ചിട്ടുള്ള ബാർലി പൗഡറിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചായിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടുകയോ ചെയ്യരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് വേവിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പം ഇത് ഒഴിച്ചു കൊടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 7-8 ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു ഈത്തപ്പഴം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൽ കിടന്ന് വെന്തോട്ടെ. അപ്പം അതിൻ്റെ ആ ഒരു മധുരമൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കുറുക്കിയെടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു പാലിൽ ബാർലി പൗഡർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഈത്തപ്പഴം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു തൽബീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ നമ്മളോട് കഴിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു തൽബീന. ഈ ഒരു തൽബീനയിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഡേറ്റ്സിൻ്റെ ആ ഒരു മധുരം അല്ലെങ്കിൽ കുറച്ച് തേന് ചേർത്ത് കൊടുക്കുക. അത്രയും മതി കേട്ടോ. ഒരുപാട് മധുരമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല തൽബീനക്ക്. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റം നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രം കുറച്ചൊന്ന് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പണ്ടുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ കോഴിമുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു തേങ്ങയും പഞ്ചസാരയും നട്ട്സും മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്തത് എടുക്കണ്ട കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു തൊലി കറുത്ത് പോയിട്ടുള്ള ആ ഒരു പഴം എടുക്കണ്ട. എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയി പോകും കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പം പാകത്തിനുള്ള പഴുപ്പ് മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1 കപ്പ് പാലും അതുപോലെ തന്നെ 2 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് 3-4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതാണ് കേട്ടോ ബാറ്റർ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. പോള ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഫില്ലിംഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പോളയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ അറിയുന്നില്ലേ, ആ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആ താഴത്തെ ഭാഗത്തുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ ഒരുപാട് നേരം വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ മുകളിൽ ആ ഒരു ഫില്ലിങ്ങും അതിൻ്റെ മുകളിൽ ഈ ഒരു ബാറ്ററൊക്കെ വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഹോൾസ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്യാവശ്യം നല്ലവണ്ണം പഴുത്ത പഴമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് തൂവിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പൊട്ടിപ്പോകാതെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റം അല്ലേ. ഇനിയിപ്പം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തൽബീനേൻ്റെ ആ ഒരു ടെക്സ്ചർ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് വെച്ച് തണുക്കും തോറും കുറച്ചും കൂടിയും ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതുപോലെ തന്നെ ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ്. അപ്പോൾ ഈ ഒരു തൽബീന കഴിക്കാൻ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിനൊരു മധുരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഡേറ്റ്സ് ഉണ്ടല്ലോ, അതും കൂടി കൂട്ടി കഴിക്കുമ്പം നമുക്ക് അതിൻ്റെ ആ ഒരു മധുരം കൂടി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ തേന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളതിൽ ഷുഗർ ആഡ് ആക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു വേവിച്ചെടുക്കുന്ന സമയത്ത് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇന്നത്തെ ദിവസം പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പിന്നെ ഞാനിതിൽ കാണിക്കാത്തതാണ്. അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.